ഈശോയുടെ പ്രതീക ശരീരം കർത്താവിയും ചെറിയ ദിവസം സൂക്ഷിപ്പാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ യാത്രയിൽ ഉണ്ടാകണമേ. ദുഃഖാന്തരായിരിക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഏവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ തലവണിക്കിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യാത്ര കഴിഞ്ഞു പോകും നിന്നുടെ വീട്ടിൽ. ഈ മരുഭൂവിലെ യാത്ര കഴിഞ്ഞു പോകും നിന്നുടെ വീട്ടിൽ. കണ്ണീരെന്തിനു പ്രിയരേ, നമ്മൾ കാണും പുതിയൊരു നാട്ടിൽ. കണ്ണീരെന്തിനു പ്രിയരേ, നമ്മൾ കാണും പുതിയൊരു നാട്ടിൽ. ഈ മരുഭൂവിലെ യാത്ര കഴിഞ്ഞു പോകും നിന്നുടെ വീട്ടിൽ. നാറ്റമേഴും നോരിയുടൽ മാറ്റി പുതുവുടൽ നൽകിടും നാഥൻ. നാറ്റമേഴും നോരിയുടൽ മാറ്റി പുതുവുടൽ നൽകിടും നാഥൻ. ശുദ്ധരോടൊത്തു പാടിടുമെന്നു ഞാൻ വീണ്ടെടുക്കും ഗാനം. ശുദ്ധരോടൊത്തു പാടിടുമെന്നു ഞാൻ വീണ്ടെടുക്കും ഗാനം. ഈ മരുഭൂവിലെ യാത്ര കഴിഞ്ഞു പോകും നിന്നുടെ വീട്ടിൽ. ദൂതരോടൊത്തു പാടും ഞാനൻ പരമനു പുതിയൊരു ഗീതം. ദൂതരോടൊത്തു പാടും ഞാനൻ പരമനു പുതിയൊരു ഗീതം. മൂപ്പന്മാരോടൊത്തു ഞാൻ വീണു മുത്തിടും തന്നുടെ പാദം. മൂപ്പന്മാരോടൊത്തു ഞാൻ വീണു മുത്തിടും തന്നുടെ പാദം. ഈ മരുഭൂവിലെ യാത്ര കഴിഞ്ഞു പോകും നിന്നുടെ വീട്ടിൽ.
പ്രാർത്ഥനയോടെ ആയിരിക്കും. കർത്താവ് ദാസൻ ഫ്രെഡി പാസ്റ്റർ ഇപ്പോൾ ഞങ്ങളുടെ സ്നേഹിതാവേ, ഞങ്ങൾ ഒരുമിച്ച് സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഏത് സമയത്തും ഞങ്ങളുടെ മുഖം നോക്കുവാൻ അന്വേഷിപ്പാനുള്ള അവകാശം പദവി നൽകിയാൽ ഞങ്ങളെ സ്തുതിക്കുന്ന വാഴ്ചതു. ഞങ്ങളുടെ ആയിരിക്കുന്ന അവസ്ഥകൾ ദൈവം നന്നായിട്ട് അറിയുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥകൾ ദൈവം നന്നായിട്ട് അറിയുന്നല്ലോ. ദൈവത്തിന്റെ സാന്നിധ്യം പകൽക്കാലം വീണ്ടും ഇവിടെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയമാതാവ് കർത്താവെ ഞങ്ങളുടെ പ്രത്യാശയോടെ ജീവിപ്പാനിടയായി തീർന്നു. കർത്താവിന് ഹിതമായപ്പോൾ ഞങ്ങളുടെ സമയത്ത് ഞങ്ങളുടെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ, നിത്യശ്രമത്തിലേക്ക് കൈക്കൊള്ളുവാൻ ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു. കർത്താവെ, വേർപാടിന്റെ ദുഃഖം ഞങ്ങൾക്ക് താങ്ങുവാൻ പലപ്പോഴും കഴിയാതെ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ദൈവത്തിന് എല്ലാവിധമായ ആശ്വാസം, എല്ലാ ശുശ്രൂഷകളും ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിയന്ത്രിക്കണമേ. ഇവിടെ കടന്നു വരുന്നവരെല്ലാം ആശ്വാസം പ്രാപിച്ച് മടങ്ങുവാൻ, ക്രിസ്തീയ പ്രത്യാശ പ്രാപിച്ച് മടങ്ങുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദുഃഖിതരായി തീരുവാനല്ല കർത്താവെ, പ്രത്യാശ വർദ്ധിക്കുന്നതിന് പകരായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാദിയോടൊന്നും ഇതിനെ നിയന്ത്രിപ്പാനായി ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാവരെയും കർത്താവ് വിശേഷാൽ ആശ്വസിപ്പിക്കുകയും അങ്ങനെ ധൈര്യപ്പെടുത്തുകയും ചെയ്യണം. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൽക്കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു. തിരുനാമത്തെ സകലത്തിന് മഹത്വപ്പെടുത്തണമേ. ക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വസ്ഥപിതാവേ. കിരീടം ഒന്നൻ തലയിൽ വച്ചിടുമെന്നുടെ രാജൻ, കനകക്കിരീടം ഒന്നൻ തലയിൽ വച്ചിടുമെന്നുടെ രാജൻ, ആയിരമായിരമാണ്ടുകൾ തന്നെ രാജ്ഞിയതായി ഞാൻ വാഴും. പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയോടെ എല്ലാവരും ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. മനസ്സിലുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഇന്ന് രാവിലെ സമയം കർത്താവെ, ഞങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തുവാൻ അവിടുന്ന് കൃപ നൽകിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനത്തിലെ പ്രിയ വാത്സല്യ മാതാവ് കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിയോടെ നിത്യവിശ്രമത്തിനായ തിരുസന്നിധിയിൽ അവിടുന്ന് വിളിച്ചു ചേർത്തത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കഷ്ടസമ്പൂർണമായ ലോകത്തിലെ തന്റെ യാത്ര പൂർത്തീകരിച്ച് അങ്ങയുടെ സന്നിധിയിൽ പ്രിയ മാതാവ് നിത്യവിശ്രമത്തിലായിരിക്കുമ്പോൾ തന്റെ വേർപാട് നിമിത്തം കർത്താവ് ദുഃഖത്തിലായിരിക്കുന്ന അമ്മച്ചിയുടെ മക്കളെ ഏവരെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനത്താൽ അങ്ങവരുടെ ഹൃദയത്തെ നിറയ്ക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, സഭാവിശ്വാസികൾ എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവമേ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഭവനത്തിൽ വെച്ചുള്ള ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഇവിടെ ആഗതരായിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കായും പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിനായി ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇതിനുള്ള ബന്ധത്തിൽ വിവിധ ഇടങ്ങളിൽ വന്നു ചേരേണ്ടവരൊക്കെയും യഥാസമയം വന്നു ചേരുവാൻ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുശ്രൂഷയിൽ ആദ്യോടവസാനം അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. പ്രകൃതിയധികം ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന പിതാവേ, ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. ഇപ്പോൾ ഗായക സംഘം നാഥൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നും എന്നോടെന്റെ നാഥൻ ചെയ്യുകയില്ല.
കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളിച്ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രി ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെ ആകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചു, നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപ പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങളും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും നമ്മുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങൾ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ദുഃഖഭവനത്തിൽ ഇന്ന് രാവിലെ സമയം നമുക്ക് ഒരുമിച്ച് കൂടുവാൻ, പ്രിയമാതാവിന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുവാൻ സർവകൃപാലുവായ ദൈവം നൽകിയ വിലയേറിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആഗതരായിരിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസന്മാർ, സഭാവിശ്വാസികൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ ഏവരെയും ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃനാമത്തിൽ ഏവരെയും വന്ദനം ചെയ്യുന്നു. ഈ ഭവനത്തിലെ പ്രിയ അമ്മച്ചി കഴിഞ്ഞ ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30 മണിയോടെ നിത്യവിശ്രമത്തിനായി കർത്താവിന്റെ സന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കപ്പെടുവാനിടയായി തീർന്നു. ദൈവം തനിക്ക് നൽകിയ ആയുസ്സിൽ ആത്മരക്ഷകനായ യേശുവിനെ കണ്ടെത്തുവാൻ, കുടുംബമായ ദൈവത്തെ സേവിപ്പാൻ, ദൈവത്തിന്റെ നാമമഹത്വത്തിനായി നിലനിൽപ്പാൻ ദൈവം അവരെ ഇടയാക്കി തീർത്തു. കടമ്പനാട് IPC ഹെബ്രോൻ സഭയുടെ പ്രാരംഭകാല പ്രവർത്തനങ്ങളിൽ സജീവമായി അവിടുത്തെ ശുശ്രൂഷക കുടുംബങ്ങൾക്ക് വിശേഷാൽ എന്നും ഒരാശ്വാസവും പിൻബലവുമായി ഈ കുടുംബം നിലനിൽപ്പാനിടയായി തീർന്നു. പ്രാരംഭകാലത്ത് കഷ്ടതയുടെ തീച്ചുളിയിൽ കൂടി കടക്കേണ്ടി വന്ന ഈ കുടുംബം തുടർന്ന് IPC കർമ്മേൽ സഭയുടെ ആദിമകാല പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി മാറുവാനിടയായി. സഭയുടെ ആത്മീക ഭൗതിക പ്രവർത്തനങ്ങൾക്ക് എന്നും ശക്തമായി കുടുംബം നിലനിൽക്കുവാൻ
ഇടയായി തീർന്നു. കഷ്ടത അനുഭവിച്ച ആ കാലഘട്ടങ്ങളിൽ ദൈവസഭയുടെ വളർച്ചയ്ക്ക് ഈ കുടുംബം വളരെ പിൻബലമേകുവാനിടയായി. ദൈവം അവർക്ക് 5 മക്കളെ ദാനമായി നൽകുവാനിടയായി. കർത്താവ് അവരെ മാനിച്ചു. അവരെല്ലാവരും കുടുംബമായി അമേരിക്കയിൽ പാർത്തുകൊണ്ട് തങ്ങളുടെ ഭൗതിക ജോലിയുള്ള ബന്ധത്തിൽ അവരായിരിക്കുമ്പോൾ ആവോളം കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ ഇടയായി തീരുന്നു. അവരെ ദൈവം ഈ ലോകത്തിൽ ആദരിപ്പാനിടയായി. ദൈവം അവർക്ക് നൽകിയ നന്മകൾ മാതാപിതാക്കൾക്കും അനുഭവിപ്പാൻ, സന്തോഷത്തോടെ ഈ ഭൂമിയിൽ പാർക്കുവാൻ ദൈവം അവർക്ക് കഴിഞ്ഞ നാളുകൾ കൃപ കൊടുത്തു. 2005 ഭവനത്തിലെ പ്രിയ പിതാവ് കർത്തൃസന്നിധിയിൽ നിത്യവിശ്രമത്തിനായി പറന്നു പോകുവാൻ ഇടയായി തീർന്നു. ശേഷം ചില വർഷങ്ങൾ കൂടെ ഈ ഭൂമിയിൽ പ്രിയ മാതാവിന് ജീവിപ്പാൻ ദൈവം കൃപ കൊടുത്തു. തന്റെ ആയുസ്സിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ശാരീരികമായ ക്ലേശങ്ങൾ നിമിത്തം ആരാധനയ്ക്ക് വരുവാൻ കഴിയാതെ ഭവനത്തിൽ താൻ വിശ്രമത്തിലായിരുന്നു. പലപ്പോഴും ഈ കുടുംബത്തിൽ ഞങ്ങൾക്ക് കടന്നു വന്ന്, സഭയായി ദൈവമക്കൾക്ക് കടന്നു വന്ന് പ്രാർത്ഥിപ്പാനും ആശ്വാസ വാക്കുകളൊക്കെ പറയുവാനും ഒക്കെ ദൈവം ഇടയാക്കി തീർത്തു. മാത്രമല്ല, ഈ അമ്മച്ചിയെ വളരെ നന്നായി ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം പല ചെറിയ സഹോദരിമാരെ ദൈവം ഒരുക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ സ്തോത്രം, ദൈവം തനിക്ക് നൽകിയ ഈ ലോകത്തിലെ തന്റെ പ്രയാണം പൂർത്തീകരിച്ച് കഴിഞ്ഞ ബുധനാഴ്ച താൻ ചിരകാലമായി പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ നിത്യഭവനത്തിലേക്ക് പറന്നു പോകുവാൻ ഇടയായി തീർന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ടുപോകുമ്പോൾ മാനുഷിക നിലയിൽ നമുക്ക് ദുഃഖമുണ്ടെങ്കിലും മരണത്തിനപ്പുറത്ത് ഒരു ദിവ്യമായ പ്രത്യാശ ദൈവമക്കൾക്ക് ദൈവം അവരുടെ ഹൃദയങ്ങൾ നൽകിയിരിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹൃദയത്തിൽ നൽകിയിരിക്കുന്ന ആ ദിവ്യമായ അഭാഗ്യകരമായ പ്രത്യാശ നിമിത്തമാണ്. സ്തോത്രം. മാനുഷിക നിലയിൽ അവർക്ക് ദുഃഖമുണ്ടെങ്കിലും ദൈവം അവർക്ക് ആശ്വാസ ഹൃദയങ്ങൾ നൽകിയിരിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലായിരിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ സർവകൃപാലുവായ ദൈവം തുടർന്നും ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ നാം ഈ ഭവനത്തിൽ ആയിരിക്കുമ്പോൾ സ്തോത്രം, വളരെ പ്രാർത്ഥനയോടെ തുടർന്ന് ഈ ഭവനത്തിൽ വെച്ച് നടക്കുന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ഭക്തിയുടെ പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു. ഈ അമ്മച്ചിയോടുള്ള ബന്ധത്തിൽ നമുക്കിന്ന് നൽകുവാനുള്ള ഒരു ശുശ്രൂഷ മാത്രമാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. നല്ലൊരു യാത്രയയപ്പ് നൽകുക, നല്ലൊരു അടക്ക ശുശ്രൂഷ നൽകുക. അതിനോടുള്ള ബന്ധത്തിൽ ഇവിടെ കർത്തൃദാസന്മാർ, നിരവധി ദൈവമക്കൾ, സ്തോത്ര അയൽവാസികൾ, സഭാവിശ്വാസികൾ ഒക്കെ കടന്നു വരുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരെയും ആത്മാർത്ഥമായ സഹകരണങ്ങൾക്ക്, സാന്നിധ്യത്തിന് ഞങ്ങളുടെ പ്രത്യേകമായ നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ ആദ്യോടെ അവസാനം എല്ലാവരും സംബന്ധിപ്പാൻ കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെല്ലാവരെയും ഓർപ്പിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ചുരുക്കം വാക്കുകളിൽ മാത്രം ആ കാര്യങ്ങൾ നിർവഹിപ്പാൻ കർത്താവിന്റെ നാമത്തിൽ നമുക്ക് എല്ലാവർക്കും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാം. ഇപ്പോൾ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ അടൂർ ഈസ്റ്റർ സെന്ററിന്റെ വൈസ് പ്രസിഡന്റ് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഫിലിപ്പ് സാമുവൽ ഈ സെന്ററിനെ പ്രതിനിധീകരിച്ച് ചില വാക്കുകൾ ഓർപ്പിക്കുന്നതായിരിക്കും. അതിനുശേഷം കർത്താവിന്റെ ദാസൻ നെടുമൺ സഭയിൽ ശുശ്രൂഷിക്കുന്ന സ്വാൻസി ഡാനിയൽ പാസ്റ്റർ ചില വാക്കുകൾ ആശ്വാസമായി ഓർപ്പിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥലത്തിലായിരിക്കാം. വേർപാടിൽ ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം ദൈവത്തിന്റെ വചനം ഇങ്ങനെ വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് നമുക്ക് 2-3 പദപ്രയോഗങ്ങൾ അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. താവിന്റെ ദാസിക്ക് ഈ ലോകത്തിലെ ദൈവം കൊടുത്തതായ ദീർഘ വർഷക്കാലങ്ങൾ ദൈവത്തെ സ്നേഹിക്കുവാൻ, യേശു കർത്താവിനെ കണ്ടുമുട്ടുവാനും, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ധന്യമായ ഒരു ജീവിതം ചെയ്യുവാൻ അവസരം കൊടുത്തുവെന്ന് കർത്താവിന്റെ ദാസന്റെ പ്രസ്താവനയും പരാജയപ്പെട്ടു പോകാതെ നല്ല ഒരു വിജയം കണ്ടെത്തുവാനായിട്ട് കർത്താവിന്റെ ദാസ്യ ജീവിതത്തിൽ ഇടയാതിനെ ഓർക്കുമ്പോഴാണ് നമുക്ക് വളരെ സന്തോഷിപ്പാൻ ഭാഗ്യമുള്ളത്. അനേകം ആളുകളും വിശ്വാസ ജീവിതത്തിൽ അവരുടെ പ്രയാണത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ പാപത്തോടും സാത്താനോടുമുള്ള പോരാട്ട ജീവിതത്തിൽ, വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ട ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കർത്താവിന് വേണ്ടി ഞാൻ വായിച്ച പോലെ
നല്ലൊരു പൊരുത് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്നുള്ളതായ ആ നല്ല സാക്ഷ്യം അനുഭവം ജീവിതത്തിൽ പ്രാപിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് കടന്നു പോകുവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിന് നമുക്ക് ഈ സമയം ദൈവസ്ഥനയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനും ഒരു പുതിയ തീരുമാനത്തോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആ കാഹള ശബ്ദം കേൾക്കുന്ന ദിനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും നല്ല ഒരു പുനരുത്ഥാനം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ സകലവും ചപ്പന്നും ചപറന്ന് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പൗലോസ് തന്റെ തീരുമാനം പറയുവാനിടയായി തീർന്നു. അതിനു വേണ്ടി പോരാട്ട ജീവിതം കഴിച്ചു വിജയം കണ്ടെത്തുവാൻ കഴിഞ്ഞു. നമുക്ക് ആ ദിവസത്തിൽ കാണാം എന്നുള്ള പ്രത്യാശ നമുക്കുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഏവരെയും കർത്താവ് ഒരു കെട്ട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് അടൂര് ഈസ്റ്റർ സമ്മേളന പേരുള്ള എല്ലാ ദുഃഖവും പ്രത്യാശയും രേഖപ്പെടുത്തി എന്റെ വാക്കുകളെ ചുരുക്കം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഭൗതിക ശരീരത്തിനിടയ്ക്ക് ശുശ്രൂഷയിൽ പ്രാരംഭത്തിൽ വന്ന് സംബന്ധിപ്പാൻ ലഭിച്ച നല്ല സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മാതാവിനെ ഈ ഭൂമിയിൽ ദൈവം നൽകിയ ആയുസ് 84 വർഷം ദൈവം നൽകുവാനിടയായി നൽകിയ ആയുസ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ കർത്താവിനെ സേവിപ്പാനും ഒരു കുടുംബമായി ദൈവം ഇടയാക്കി മക്കൾ മരുമക്കൾ കൊച്ചുമക്കളെ എല്ലാം കാണുവാനും അവരിൽ നിന്ന് അവരുടെ ശുശ്രൂഷകൾ പ്രാപിപ്പാൻ പ്രിയമാതാവിനിടയായി. അതിനോടൊപ്പം തന്നെ പ്രിയമാതാവ് സ്ഥല സഭ ശുശ്രൂഷകന്മാർക്ക് കുടുംബങ്ങൾക്ക് പ്രിയമാതാവും തന്റെ കുടുംബത്തിൽപ്പെട്ടവരും വളരെ ആശ്വാസവും സഹായമായിരുന്നു എന്ന് അറിയുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭൂമിയിൽ നാം എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി ദൈവം തരുന്ന ആയുസ് ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവരായി മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്ന ദൈവദാസന്മാർ കുടുംബങ്ങൾക്ക് ആശ്വാസകരമായി ജീവിതം നയിച്ച് കർത്താവ് തരുന്ന ആ സമയം കർത്താവിനെ പ്രസാദിപ്പിച്ച് നിത്യതയിൽ പ്രിയമാതാവിനെ ചേർക്കപ്പെടുവാൻ ഇടയായല്ലോ. പ്രിയമാതാവ് 84 വയസ്സിൽ ദൈവസഭയിൽ ചേർക്കപ്പെട്ടുവെങ്കിലും മക്കൾക്കും കുഞ്ഞുങ്ങൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ അത് ദുഃഖമുണ്ട്. എങ്കിലും ദൈവം നമുക്കൊരു വലിയ ഭാവി പ്രത്യാശ തന്നിട്ടുണ്ടല്ലോ. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപുയർത്തെഴുന്നേൽക്കുകയും ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട മേഘത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുത്തുകൊള്ളപ്പെടും. എന്നാൽ കാഹള ശബ്ദത്തിങ്കൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുന്ന പൊൻവിലരിയിൽ പ്രിയമാതാവിനെ വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശ മക്കൾ എല്ലാവർക്കും കുടുംബ അംഗങ്ങളായി ഈ കുടുംബവുമായി ബന്ധപ്പെട്ട സഹോദര കുടുംബങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഭാവി പ്രത്യാശയിൽ ധൈര്യപ്പെട്ട് തുടർന്നുള്ള ശുശ്രൂഷകളിൽ പങ്കെടുപ്പാൻ തന്റെ മക്കളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ അനുശോചനയും പ്രാർത്ഥനയും ഈ തരണത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു. ശുശ്രൂഷകളിൽ മൊത്തം സംബന്ധിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒരു സഭ വാത്സല്യ മാതാവിന്റെ ദേഹയോഗ്യ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനം പറയുന്നു. ഈ നശ്വരമായ ലോകത്തിൽ അനശ്വരമായ നിത്യ നന്മകൾക്ക് വേണ്ടി ജീവിച്ച് നമുക്ക് മുമ്പേ അക്കരെ നാട്ടിലേക്ക് പോയ അമ്മച്ചയെ വീണ്ടും കാണാവുന്ന തികഞ്ഞ പ്രത്യാശയോടുകൂടെ ദിവസത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. അമ്മച്ചിയുടെ മക്കളെയും കൊച്ചുമക്കളെയും മരുമക്കളെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ ആയിരിക്കാൻ മുഖാന്തരം പ്രിയ ജോസ്റ്റാനാണ്. ഗുഡ് ന്യൂസ് എന്ന കുടുംബത്തിന്റെ സജീവ പ്രവർത്തകനായി കർത്തദാസന്റെ സേവനങ്ങൾ വളരെ വിലപ്പെട്ടതായി ഇന്ത്യയും ഇന്ത്യക്ക് പുറത്തും അമേരിക്കൻ ഐക്യനാടുകളിലും ഉപകാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബഹുമാന സി മാത്യു സാറിന് എന്നെ സംബന്ധിപ്പാൻ കഴിയാതെ അദ്ദേഹം വിദേശത്തായിരുന്ന ആ ചുമതല എന്നെ ഫലമേൽപ്പിക്കുകയും ചെയ്തു. ഗുഡ് ന്യൂസ് കുടുംബത്തോട് പ്രിയപ്പെട്ട ജോസിനെ കാണിക്കുന്ന എല്ലാ സഹകർക്കും പ്രത്യേകം നന്ദി പറയുകയും ഗുഡ് ന്യൂസ് കുടുംബത്തിന്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പാണ്ടനാട് പ്രയർസിന്റെയും പ്രത്യാശയുടെ വാക്കുകൾ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഇപ്പോൾ ഗായക സംഘം ഗാനത്തിന്റെ ഒരടി. ശോഭന
നീയല്ലോ നിത്യ സൗഭാഗ്യമാത്മാക്കൾക്ക് വേഗം നാം ചെന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും തീരത്ത് ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. 8 പതിറ്റാണ്ടിലധികം ഈ ഭൂമിയിൽ വിശ്വസ്തയോടെ ജീവിച്ച് 4 തലമുറകളെ കണ്ട് ആത്മീയത്തിൻ്റെയും ഭൗതികത്തിൻ്റെയും എല്ലാ അനുഗ്രഹങ്ങൾ കൈപ്പറ്റി ഭൂപ്പൽപ്പിൽ നിന്ന് പ്രത്യാശയോടെ കടന്നുപോയ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ദേഹാവിയോഗത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും മറ്റ് പ്രിയപ്പെട്ടവരോടും ഒന്നിച്ച് കോട്ടയത്തുനിന്ന് ഞങ്ങൾക്ക് കടന്നു വന്ന ഈ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ദൈവ ഒരു അവസരം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്രിയ അമ്മച്ചിയുടെ മൂത്ത മകൻ പ്രിയ ജോസ് വിവാഹം ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ കോട്ടയം സൗത്ത് സെന്ററിലെ തലപ്പാടി ശാലേം സഭയുടെ സജീവ കുടുംബമായ മാമൂട്ടിലെ കുടുംബത്തിൽ പ്രിയ ഷേർലി സിസ്റ്ററെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിലാണ് എനിക്ക് കടന്നു വരുവാനിടയായത്. ദീർഘമായ വർഷങ്ങളുടെ പരിചയം ആ കുടുംബമായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ഥലം മാറ്റത്തിലുള്ള ബന്ധത്തിലാണ് ഞാൻ അവിടെ വന്നത്. എങ്കിലും ആ പ്രിയപ്പെട്ട കുടുംബം ദൈവസഭയ്ക്ക് ചെയ്യുന്ന സംഭാവനകൾ, ഏറെ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനോട് ഇറങ്ങിയ വിശ്വസ്തയോടെ നിന്ന കുടുംബമാണ് മാമൂട്ടിലെ കുടുംബം. ആ കുടുംബത്തിലെ പ്രിയ ഷെർലി സഹോദരിയുടെ അമ്മച്ചിയുടെ ഈ വേർപാടിൽ, പ്രിയ ജോസ്റ്റാന്റെ മാതാവിന്റെ വേർപാടിൽ തലപ്പാടി സഭയിലെ സഭാംഗങ്ങൾ, വിശേഷാൽ അവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ ഒക്കെ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അവിടുത്തെ സീനിയർ ശുശ്രൂഷകരായിരിക്കുന്ന പ്രിയ എ.ടി. ജോർജ് സാറ്, പ്രിയ മോസഫ് സാറ്, സഭയുടെ ഒരു ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ ജോബി, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, മറ്റു പ്രിയപ്പെട്ടവർ, കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിലെ ഒരു വാക്യശകലം വായിക്കുന്നു. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിലെ മഹത്വം കരയേറ്റുന്നു. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ദേഹവിയോഗത്തിൽ ദുഃഖിക്കുന്നവരായ പ്രിയപ്പെട്ടവരോട് ചേർന്ന് ആശ്വാസം പങ്കുവയ്ക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ലഭിച്ച അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. സഹോദരന്മാർ പറഞ്ഞ പോലെ പ്രിയപ്പെട്ട ജോസഫ് വിവാഹം കഴിച്ചിരിക്കുന്നത് എൻ്റെ ഒരു ജ്യേഷ്ഠന്റെ മകളെയാണ്. ഈ കടമ്പനാട്ട് സഭയുമായിട്ട് അനേക ദിവസത്തെ പരിചയവും സ്നേഹവും എല്ലാം എനിക്കുണ്ട്. ഞാൻ മാമൂട്ടിൽ കുടുംബത്തെ പ്രതിനിധീകരിച്ചും കോട്ടയത്തെ സൗത്ത് സെന്ററിനെ പ്രതിനിധീകരിച്ചും ഇവിടുത്തെ സോണിനെ പ്രതിനിധീകരിച്ചും ജനറൽ കൗൺസിലിനെ പ്രതിനിധീകരിച്ചും ഒക്കെയാണ് നിൽക്കുന്നത്. ഈ കുടുംബം ദൈവസഭയ്ക്കും ദൈവജനങ്ങൾക്കും നൽകി തന്നിട്ടുള്ള എല്ലാ സേവനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. മാതാവിൻ്റെ ദീർഘ ജീവിത കാലഘട്ടത്ത് തന്നെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം മുഖാന്തരം ഒരുക്കിയിട്ടാണ് പോയിരിക്കുന്നത്. തൻ്റെ ആൺമക്കള് പെൺമക്കളെല്ലാം ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത്.
ഫലമെല്ലാം നന്നായിരിക്കുന്നുവെങ്കിൽ വൃക്ഷവും നല്ലതാണ്. മക്കളും കൊച്ചുമക്കളും എല്ലാവരും തന്നെ ദൈവമഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. മനുഷ്യജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം, ദുഃഖഘട്ടം മരണമാണ്. ഏത് പ്രായത്തിലുള്ളവരെയും ബാധിക്കുന്നു. പിതാക്കന്മാരെ, മക്കളെ, സ്നേഹിതരെ, ഭാര്യയെ, ഭർത്താവിനെ എല്ലാം തമ്മിൽ വേർതിരിക്കും. ഏത് പ്രായത്തിലും സംഭവിക്കുന്നു. മരണം നമ്മളെ അടുത്തിരിക്കുന്നുവെന്ന് നമ്മുടെ തല നോക്കിയാൽ, മുഖം നോക്കിയാലൊക്കെ അറിയാം. നര പിടിച്ചു, ജര പിടിച്ചു, ഇതെല്ലാം മരണത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണെന്ന് മനസ്സിലാക്കി മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നവരാണ് ബുദ്ധിശാലി. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളുണ്ട്. 1, മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുന്ന പെനിറ്റിയൽ ഫേസ്. 2, ഭൂമിയിലായിരിക്കുന്ന എർത്തിയൽ ഫേസ്. 4, ഇറ്റേണൽ ഫേസ്, നിത്യമായ. മാതാവിൻ്റെ ഉദരത്തിൽ കഴിയുമ്പോൾ അതാണ് ഏറ്റവും സുഖകരമായ സ്ഥലമെന്ന് വിചാരിച്ച് അവിടുന്ന് ആരുടെയും സമ്മതം കൂടാതെ പുറത്തേക്ക് വരും. പിന്നെ ലോകജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. തന്നെ സ്നേഹിക്കുന്ന കർത്താവിനെ അനുസരിച്ചും രക്ഷയെ സംബന്ധിച്ചും സുവിശേഷത്തെ സംബന്ധിച്ചും ഒക്കെ ജീവിക്കുന്നതനുസരിച്ചാണ് ഇറ്റേണൽ ഫേസ്, നിത്യ ജീവനോടുള്ള ബന്ധത്തിലുള്ള ഘടകം. അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എൻ്റെ ഐഹിക ജീവിതകാലത്ത് നിത്യതയോടുള്ള ബന്ധത്തിലൊക്കെ യാതൊരു സംശയവുമില്ലാതെ വണ്ണം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതം സംഭാവന ചെയ്ത് ലോകത്തിൽ നിന്ന് നിത്യതയിലേക്ക് കടന്നിരിക്കുകയാണ്. എന്നെ ഓർത്ത് വളരെ സ്തോത്രം ചെയ്യാം. മരണത്തെ സംബന്ധിച്ചുള്ള ദുഃഖകാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതല്ല നമ്മുടെ പ്രധാനപ്പെട്ട സന്ദേശം. പിന്നെയോ ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ച്, കർത്താവിൻ്റെ മടങ്ങിവരവിനെ സംബന്ധിച്ച്, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിച്ചുകൊണ്ട്, മരണമേ നിന്റെ ജയം എവിടെ, പാതാളമേ നിന്റെ വിഷമുള്ളെവിടെ എന്നുള്ള ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഗാനം ആലപിച്ചുകൊണ്ട് ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുന്ന ദിവസം, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രഭാതം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ ദിവസം, ഇതെല്ലാം ചിന്തിച്ച് നാം പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ ദുഃഖം അനുഭവിക്കുന്നവരാണെങ്കിലും അതിനുപരിയായിട്ട് പ്രത്യാശയുടെ നാളുകൾ കൊതിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ്. ഇനി ഏറ്റവും അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. അന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ നേരിൽ കാണാം. ഈ ദ്രവത്വവും ഈ ക്ഷീണവും ഈ തളർച്ചയും മൺമയമായ ഈ സ്ഥിതിയുമെല്ലാം മാറി നാം ദൈവപുത്രന്റെ രൂപത്തോട് സദൃശരായി കാണുന്ന ദിവസത്തിൽ ഉല്ലാസത്തിന്റെ, ആനന്ദത്തിന്റെ ആ സുപ്രഭാതത്തെ ഓർത്തുകൊണ്ട് നമുക്ക് യാത്ര പറയാം. ഞങ്ങളെ എല്ലാവരുടെയും പ്രത്യാശ ഇവിടെ പങ്കുവയ്ക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും സകല ബുദ്ധിയും കഴിയുന്ന ദൈവസമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സന്തോഷം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മിൽ നിന്ന് വാങ്ങിപ്പോയി കർത്താവിൻ്റെ സൗഖ്യത്തിൽ ഇപ്പോൾ വിശ്രമിക്കുന്ന പ്രിയ മാതാവിൻ്റെ ഭൗതിക ശരീരത്തോടുള്ള ബന്ധത്തിലുള്ള യാത്രയയപ്പ് നാം ഇവിടെ നടത്തുകയാണ്. ഇവിടെ തലപ്പാടിയിൽ നിന്ന്, കോട്ടയത്ത് നിന്ന് കടന്നു വന്ന എല്ലാവരും ഭക്തദാസനും പറഞ്ഞതുപോലെ ഉള്ള ആ ബന്ധത്തിൽ അതിനേക്കാൾ ഉപരിയായി പ്രിയ ജോസും ഷേർലിയും എൻ്റെ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിലും ദീർഘവർഷങ്ങൾക്ക് മുൻപ് തന്നെ, ഇവരുടെ വിവാഹം നടക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ഇവിടെയുള്ളതായ ഹാളിൽ സൺഡേ സ്കൂളിന്റെ പ്രവർത്തനമുള്ള ബന്ധത്തിൽ എബ്രോൺ ഹാളിൽ പല സൺഡേ സ്കൂൾ അധ്യാപകരുടെ മീറ്റിംഗിൽ വന്നിട്ടുണ്ട്. ആ ബന്ധത്തിലാണ് പ്രിയ ജോസിന്റെ വിവാഹ ആലോചിപ്പാൻ തന്നെയും കാരണമായി തീർന്നത്. കഴിഞ്ഞ അതിന്റെ മുമ്പത്തെ മാസത്തിലും ഈ ഹാളിൽ നടന്ന ചൈൽഡ് ഡെവലപ്മെന്റ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ, കമ്പാഷൻ ഫോർ ഇന്ത്യയുടെ പ്രവർത്തനങ്ങളുടെ ബന്ധത്തിൽ ഞാൻ എന്റെ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വരുവാനും അവരുമായിട്ട് സഹകരിപ്പാൻ അന്ന് പ്രിയ ജോസ് മാതാവിന്റെ രോഗങ്ങളുടെ ബന്ധത്തിൽ അറിഞ്ഞ് വേഗം വരികയും ഞങ്ങൾ തമ്മിൽ കാണുകയും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷമാണ് അന്ന് ഈ പ്രിയ മാതാവിന്റെ അവസ്ഥ തികഞ്ഞ പ്രത്യാശയുള്ള, സാധാരണ മാതാക്കൾ അല്ലെങ്കിൽ പിതാക്കന്മാർ വളരെ പ്രായമായി ബുദ്ധിമുട്ടുമ്പോൾ അയ്യോ പുത്രോ വിളിക്കാറുണ്ടെങ്കിലും
വേദന വരുമ്പോഴും പ്രയാസം വരുമ്പോഴും അസഹ്യത തോന്നുമ്പോഴെല്ലാം സ്തോത്രം പറയുന്ന ഒരു അവസ്ഥ ഈ മാതാവിൽ നിന്ന് കണ്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് 1.5 മാസങ്ങൾക്ക് മുമ്പ് കടന്നുപോയത്. എന്നാൽ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് മാതാവ് നിത്യതയിലേക്ക് പ്രവേശിക്കപ്പെട്ടു, അഥവാ താൻ പ്രത്യാശിച്ചുകൊണ്ടിരുന്ന കർത്താവിന്റെ സൗഖ്യത്തിലേക്ക് ചേരുവാനിടയായി തീർന്നു എന്ന വിവരം അറിയുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഈ കുടുംബവുമായുള്ള ബന്ധത്തിലാണ് പ്രിയപ്പെട്ട തലപ്പാടി സഭയിലെ സഹോദരന്മാരും ദേവദാസന്മാരുമായി ഞങ്ങൾക്ക് കടന്നു വരുവാനിടയായി തീർന്നത്. ഇവിടെ കാണുന്നതായ സമാധാനം, ദൈവിക സമാധാനം, ദീർഘവർഷങ്ങൾക്ക് മുൻപേ ആ സമാധാനത്തിന് കാരണമായ കാൽവരിയിൽ ജീവനെ നമുക്ക് വേണ്ടി നൽകി തന്ന കർത്താവിനെ, പ്രിയ മാതാവിനെ മുഖാമുഖമായി കാണുവാനും കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാനും അത് മുഖാന്തരം ധന്യമായ ഒരു ക്രിസ്ത്യൻ ജീവിതം നയിപ്പാനും ഇടയായി തീർന്നതിനെ കുറിച്ച് പ്രിയ കൃത്യദാസൻ ഇവിടെ പ്രസ്താവിച്ചത് കേട്ടുവല്ലോ. ദിവസം എല്ലാവരും ആയിരിക്കുന്നത് തിമോഥെയോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ ജാതികളെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ പ്രത്യാശയില്ലാത്തവരായിരിക്കരുത്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് ഉപദേശിക്കുമ്പോൾ ആ വാക്കുകളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ വായിൽ പറയുവാനുള്ളത്. മരണം അതൊരു എന്നേക്കുമുള്ള വേർപാടല്ല ദൈവമക്കളെ സംബന്ധിച്ചോളൂ. അതുകൊണ്ട് നാളെ ഇമ്മങ്ങളുടെ പരദീസയിൽ ഒരുമിച്ച് കാണാം എന്നുള്ള പ്രത്യാശയാണ് ഇവിടെ ഈ മക്കളെ എല്ലാവരെയും സമാധാനത്തോടെ പ്രത്യാശയോടെ ആക്കിയിരിക്കുന്നത്. ആ പ്രത്യാശ നൽകിയിരിക്കുന്ന ദൈവത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രത്യാശയോടെ ദിവസങ്ങളെ തലനിൽക്കുമ്പോൾ നാം എല്ലാവരും ഈ വഴിയായി കടന്നു പോകേണ്ടവരാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം നാം ഒരിക്കലും മറക്കരുത്. മരണാനന്തരം ഒരു ജീവിതമുണ്ട്. സൗഭാഗ്യത്തിന്റെ ഒരു അവസരം നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നു. ആ അവസ്ഥ പ്രാപിക്കാനുള്ള ഒരുക്കത്തോടെയാണ് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടേണ്ടത്. നാം മുമ്പേ വായിച്ച വേദഭാഗത്തു നിന്ന് അത് തന്നെ പറയുന്നു, ഞാൻ എന്റെ ഓട്ടം സ്ഥിരതയോടെ ഓടുന്നു. അതിന് നമുക്ക് മുമ്പേ പോയ പ്രിയ മാതാവ് വാക്കും ഭാഷവും കൂടാതെ നമ്മോട് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ആ നീതിയുടെ കിരീടം പ്രാപിപ്പാനായി നമുക്ക് മുമ്പേ പ്രിയ മാതാവ് പോയി നല്ല മാതൃകകളെ നമുക്ക് വേണ്ടി വെച്ചതിന് ശേഷം ആ മാതൃകകളെ പിൻപറ്റിക്കൊണ്ട് പൂർണ്ണ വിശ്വസ്തയോടെ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടി അവസാനിപ്പാൻ വെക്കണം ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇവിടെ നടക്കുന്ന ആ ശിശുക്കളൊന്നും ഈ പ്രിയ മാതാവിന് വേണ്ടിയുള്ളതല്ല, നമുക്കറിയാമല്ലോ. ദൈവമക്കളായ നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശ ഉണർത്തുവാൻ, അല്ല കർത്താവിനെ കണ്ടുമുട്ടാത്തവരായി ആരെങ്കിലും നമ്മെ കേൾക്കുന്നെങ്കിൽ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുവെങ്കിൽ അവർക്ക് നിത്യത അവകാശമാക്കുന്ന കാരണമായി തീരുവാൻ ദൈവമായ കർത്താവ് ഇടയാകട്ടെ. അല്ലെങ്കിൽ തെസ്സലോനിക്കയിൽ നാം വായിക്കുന്ന പോലെ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ അവരൊരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുത്തുകൊള്ളപ്പെടുകയും ചെയ്യും. ക്രിസ്തുവിൽ ഒരുമിച്ച് ചേരും. അവനെ പോലെ ഞാൻ ആയിത്തീരുമെന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നല്ലോ എന്നുള്ള വേദാനുഭാവം കൂടെ നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നിർമ്മലതയോടെ വിശ്വസ്തയോടെ വേർപാടും വിശുദ്ധിയും പാലിച്ചുകൊണ്ട് കർത്താവിനെ ഉളവാക്കുന്നതാണ്. എങ്കിൽ തന്നെയും അതിനപ്പുറത്തായി ഒരു പ്രത്യാശയാണ് നമുക്കുള്ളത്. നാളെ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ നമുക്ക് പ്രിയ മാതാവിനെ കാണാം. ആ പ്രത്യാശയോടെ സമാധാനത്തിന് ദൈവം നിങ്ങൾ എല്ലാവരെയും പൂർണ്ണ സമാധാനത്തിൽ കർത്താവായ ദൈവം നൽകുന്ന സമാധാനത്തിൽ കാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ തലപ്പാടി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെയും ഞാൻ പ്രധാനം ചെയ്യുന്ന മറ്റേ പല പ്രസ്ഥാനങ്ങളുണ്ട്, അവയെല്ലാം വിവരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് സമാധാനം ആശംസിച്ചുകൊണ്ട് പ്രത്യാശ ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കും. തലപ്പാടിയിൽ നിന്ന് പ്രിയപ്പെട്ടവരുമായി ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന ഈ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം. മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80. പ്രിയ മാതാവ് 84-ാമത്തെ വയസ്സിൽ താൻ പ്രിയം വെച്ച കർത്താവിൽ ചെന്നുചേരുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കിയതിനായി തിരുമേനിക്ക് സ്തോത്രം. ദൈവത്തിന്റെ വചനം നാം വായിക്കുന്നത് മുൻപ് കർത്താവിന്റെ ദാസന്മാർ ഓർമ്മിപ്പിച്ച പോലെ കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. നമ്മുടെ പ്രത്യാശ അതാണ്. കർത്താവിന്റെ വരവെങ്കിൽ
അതേ നമുക്ക് കർത്താവിനെ കാണാം, വിശുദ്ധന്മാരോട് ഒരുമിച്ച് ഈ പ്രിയമാതാവിനെ കാണാം എന്നുള്ള പ്രത്യാശ നമ്മളെ ഭരിക്കുന്നുണ്ട്. അതിനായി ഏവരെയും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ എല്ലാ ദുഃഖവും അനുശോചനവും പ്രത്യാശയും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഗാനത്തിന്റെ ഒരടി പാടുന്നത്. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യൻ ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ അമ്മയുടെ മക്കളും ബന്ധുമിത്രാദികളൊക്കെയും ദുഃഖത്തിലായിരിക്കുമ്പോൾ എനിക്കും ഈ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ദൈവമിടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായി അമ്മച്ചിയുടെ കാര്യങ്ങളെല്ലാം ഒക്കെ നോക്കി നടത്തി. എൻ്റെ സ്വദേശം മൂന്നാറാണ്. ഞാൻ അവിടെ ആ ദേശത്തു നിന്നും ഈ ദേശത്തിലേക്ക് കടന്നു വന്ന് ഈ പ്രിയ ഭവനത്തിൽ പാർത്തുകൊണ്ട് പ്രിയ മാതാവെ ശുശ്രൂഷിക്കുവാൻ ദൈവം എനിക്ക് ഇടയാക്കി. നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുകയാണ്. അതിലുപരി അമ്മച്ചിയുടെ മക്കള് എന്നോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും ഒക്കെയും ഞാൻ നന്ദിയോടെ അവരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തുതിക്കുകയാണ്. അതുപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെയും ചെയ്ത കർത്തൃദാസന്മാർ, പ്രിയ ദൈവമക്കൾ ഏവരും ഞാൻ ഈ തരുണത്തിൽ ഞാൻ അവരെ ഓർക്കുന്നു. വീണ്ടും നിങ്ങളും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എൻ്റെ അനുശോചനവും ദുഃഖവും ഒക്കെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലൊക്കെയും ഞാൻ അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. IPC ആനന്ദപ്പള്ളി സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിന് ദാസൻ പാസ്റ്റർ ഫ്രെഡി. ദൈവത്തിന് മഹത്വം. ഈ വാത്സല്യ ഭവനമായി 1998 മുതൽ ഉള്ള അഭേദ്യമായൊരു ബന്ധം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. പ്രിയ മാതാവിനോട് ചേർന്ന് ചില വർഷങ്ങൾ ദൈവം എനിക്ക് ദേശത്ത് ഞാനായിരുന്നപ്പോൾ വളരെയധികം അടുത്ത് ഇടപഴകുവാനുള്ള സാവകാശം ദൈവം എനിക്ക് നൽകി തന്നു. ഒരു കാലഘട്ടം പ്രിയ മാതാവിനോട് ചേർന്ന് മിക്കപ്പോഴും ഹോസ്പിറ്റലുകളിലൊക്കെ പോകുവാനും പ്രിയ മാതാവിനെ ശുശ്രൂഷിപ്പാനും ഒക്കെയുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി തന്നു. തിരുവനന്തപുരം അഭ്യസിച്ച് കർത്താവിൻ്റെ പേരോടുള്ള ബന്ധത്തിൽ ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു പോയതുകൊണ്ട് ഇടക്കാലത്ത് എനിക്ക് അധികമായിട്ട് അമ്മച്ചിയുടെ അടുത്ത് വരുവാനോ ഇരിക്കുവാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. എങ്കിലും വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എനിക്ക് ലഭ്യമായ ആ സമീപനങ്ങൾ എന്നും ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയപ്പച്ചൻ ജീവിച്ചിരുന്നപ്പോഴും പ്രിയപ്പച്ചനെയും വളരെ അടുത്ത് ആ സ്നേഹം അനുഭവിച്ചതിനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. സ്വന്തം ഭവനത്തിലെ സ്വന്തം മാതാവ് പിതാവ് എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ വാത്സല്യത്തോടെ
മോനെ എന്ന് എന്നെ വിളിച്ച് സ്നേഹിച്ചിരുന്ന ഒരപ്പച്ചനും ഒരമ്മച്ചിയും ഇവിടെ എനിക്കുണ്ടായിരുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് പ്രിയ പിതാവ് ലോകത്തിൽ നിന്ന് കടന്നുപോയി. എന്നാൽ പ്രിയ മാതാവ് ചില വർഷം കൂടെ ഈ ലോകത്തിലായിരിക്കാനും ആ സ്നേഹം പങ്കിടുവാനും ഒക്കെ ഇടയാക്കി തീർത്തു. എല്ലാ വേർപാടിലും ദുഃഖം നമുക്കുണ്ട്. എങ്കിലും ഇതിനപ്പുറമായൊരു പ്രത്യാശ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഈ കാണുന്ന മുഖത്തെ തേജസ്സോടെ നാം ഒരുമിച്ച് കാണുന്നൊരു ദിവസം അടുത്തു വരുന്നുണ്ട്. ആർക്കും ക്ഷീണിപ്പിക്കുവാൻ കഴിയാത്ത, ഒരു രോഗത്തിനും കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത, ജരാനരകൾ ബാധിക്കാത്ത, വാർദ്ധക്യം പിടിക്കാത്ത തേജസ്സേറിയ ഒരു മുഖത്തോടെ ഈ പ്രിയമ്മച്ചിയെ ഇനിയും കാണുന്നുള്ള പ്രത്യാശ എനിക്കുണ്ട്. കുടുംബാംഗങ്ങൾ എല്ലാവരെയും സർവശക്തനായ ദൈവം എല്ലാവിധമായ ആശ്വാസങ്ങളും പകർന്ന് ആദരിക്കട്ടെ. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന ആനന്ദപള്ളി ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ ഈ തരണത്തിൽ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. വിശേഷാൽ ഞാൻ പ്രദാനം ചെയ്യുന്ന എൻ്റെ കുടുംബം, കടമ്പനാട് മേക്കാട്ട് കുടുംബം, ഒപ്പം എൻ്റെ ഭാര്യ ഭവനമായ ചാങ്കൂർ ഭവനം ഒരുപോലെ ഈ ദുഃഖത്തിൽ അഗതിരമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് പങ്കെടുത്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരമിക്കുന്നു. ബഹുമാനിയ ദേവദാസന്മാർ, ദൈവമക്കൾ, ഈ ഭവനാംഗങ്ങൾ എല്ലാവർക്കും ക്രിസ്തുവേശിയിലുള്ള വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ 84 പരം വർഷങ്ങളിൽ ഭൂമിയിൽ ജീവിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതം അവസാനിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്തസേനയിലേക്ക് ചേർക്കപ്പെട്ട പ്രിയ മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലിരിക്കുന്ന പ്രിയമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളല്ലോ. ഇവിടെ നൽകപ്പെട്ട ബ്രോഷറിൽ പറഞ്ഞിട്ടുള്ളതുപോലെ കടമ്പനാട് ഹെബ്രോൻ സഭയുടെ സമീപ ഭവനം എന്ന നിലയിൽ ഈ ഭവനം അവിടെ വന്നിട്ടുള്ള കർത്തൃദാസന്മാർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഒരു അനുഗ്രഹമായിരുന്നു. പലപ്പോഴും രോഗം മൂർച്ഛിച്ച വേളകളിലൊക്കെ ഞങ്ങൾക്ക് വന്ന് കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ അവസരങ്ങളുണ്ട്. എല്ലായ്പ്പോഴും വന്ന് കണ്ട് പ്രാർത്ഥിക്കുവാൻ പലപ്പോഴായി ദൈവം സഹായിച്ചു. എന്നാൽ കർത്തൃ സമയമായപ്പോൾ തിരുസന്നിധിയിൽ ചേർത്ത് കൊള്ളുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. നാം ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരണമായ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് ന്യായാസനത്തിന് മുമ്പാകെ നാം ഏവരും നിൽക്കേണ്ടി വരുമെന്നുള്ള ആ മുന്നറിയിപ്പ് ദൈവവചനം നമ്മെ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ നാം ചെയ്യുന്നത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് തക്കവണ്ണം നാം പ്രാപിപ്പാൻ തക്കവണ്ണം ആ ന്യായാസനത്തിന് മുമ്പാകെ ചെന്ന് നിൽക്കേണ്ടി വരും. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ നന്മ ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുന്ന നാഴികയിൽ പ്രിയമാതാവും പുനരുത്ഥാനം ചെയ്യും എന്നുള്ള പൂർണ്ണമായ വിശ്വാസം നമുക്കുണ്ട്. ഇവിടെ മറ്റ് ദുഃഖഭവനങ്ങൾ പോലെ നിലവിളിയും കരച്ചിലും ഒന്നും നാം കാണുന്നില്ലെങ്കിലും കേൾക്കുന്നില്ലെങ്കിലും അവരുടെ പ്രിയ മാതാവിനെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശ മക്കൾക്ക്, മരുമക്കൾക്ക്, കൊച്ചുമക്കൾക്കുണ്ട്. ആ പ്രത്യാശ നമുക്ക് ഏവർക്കുമുണ്ട്. നാമും ഇതുവഴിയായി പോകേണ്ടുന്നവരാണ്. പ്രിയ മാതാവ് നമുക്ക് മുമ്പായി പോയി. നമ്മുടെ സമയം എപ്പോഴാണെന്ന് നാം അറിയുന്നില്ല. ഈ ശുശ്രൂഷ കഴിഞ്ഞ് നമ്മുടെ ഭവനങ്ങൾ നാം എത്തിച്ചേരുമോ എന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ. കടമ്പനാട് ഹെബ്രോൻ സഭയുടെ എല്ലാ വിശ്വാസ കുടുംബങ്ങളുടെയും പേരിൽ ഈ വാത്സല്യ ഭവനത്തിലെ പ്രിയപ്പെട്ടവരെ ദുഃഖവും പ്രത്യാശയും പ്രാർത്ഥനയും ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഏറ്റവും ബഹുമാന്യരായ പാസ്റ്റേഴ്സ്, പ്രിയമാതാവിനെ യാത്രയാക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ഒരു ബാലനായിരിക്കുമ്പോൾ തന്നെ മാതാവിനെ അടുത്തറിയുവാനും സ്നേഹവാത്സല്യങ്ങളൊക്കെ അനുഭവിക്കുവാനും 4 പതിറ്റാണ്ടോളമുള്ള അടുപ്പവും ബന്ധവും ഈ കുടുംബമായിട്ട് ഉണ്ട്. എൻ്റെ കുടുംബത്തിൽപ്പെട്ട മാതാവാണ്. ശൈശവകാലങ്ങളിലൊക്കെ മതിലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങോട്ടും കയറി ഇറങ്ങിയും എപ്പോഴും എൻ്റെ സഹോദരങ്ങളും ഇവിടുത്തെ 2 ആൺമക്കളും
എൻ്റെ സഹോദരങ്ങളോട് പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ എല്ലാ രീതിയിലും ഒരു കുടുംബം പോലെ ദൈവം നൽകിയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പരസ്പരം സഹകരിപ്പാനും സ്നേഹിപ്പാനും കൂട്ടായ്മ ആചരിക്കുവാനും ഒരുമിച്ച് മുന്നേറുവാനും ഒക്കെ കൃപ ചെയ്തിട്ടുണ്ട്. ആദിമകാലം മുതലേ ഈ പ്രദേശത്തെ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ അടിയുറച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ഭവനമായിട്ടാണ് ഈ ഭവനത്തിലെ പ്രിയപ്പെട്ട അപ്പച്ചനെയും അമ്മച്ചിയും ഒക്കെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. ഒന്നിൻ്റെയും അങ്ങേ അറ്റത്തേക്ക് പോകാതെ എല്ലാറ്റിലെയും നന്മകൾ ഉൾക്കൊള്ളുവാനും കൂടുതലായി വചനം അനുസരിച്ച് ജീവിക്കുവാനും കിട്ടുന്ന അവസരമൊക്കെ അപ്പച്ചനെ എപ്പോഴും ഞാൻ കാണുന്നത് മുറ്റത്ത് ഒരു ബൈബിളുമായിട്ട് ഇരിക്കുന്ന ഒരു അനുഭവം ഒത്തിരി പ്രാവശ്യം കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സ്നേഹവസ്തുന്ന പെരുമാറ്റം. അമ്മച്ചി എപ്പോഴും ഈ റോഡിന്റെ സൈഡിലെ ആളുകളെയൊക്കെ സംസാരിക്കുവാനായിട്ട് വളരെ താല്പര്യത്തോടെ അത്യാവശ്യ ജോലികളൊക്കെ കഴിഞ്ഞ് റോഡ് സൈഡിൽ നിന്നുകൊണ്ട് എല്ലാവരോടും കടന്നു പോകുന്ന എല്ലാവരോടും വെച്ച് വർത്തമാനം പറഞ്ഞ് വിശേഷങ്ങൾ കൈമാറി അങ്ങനെ നല്ല ബന്ധങ്ങൾ അരക്കിട്ടുറപ്പിക്കുവാൻ തക്കവണ്ണം സമയവും സൗകര്യവും ഒക്കെ വിനിയോഗിച്ചതായ വ്യക്തിയാണ്. ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ അർത്ഥവത്തായി നിർവഹിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം കരുണ ചെയ്തു. നല്ല ഇഷ്ടപ്പാടും കണ്ണുനീരുമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പൗലോസ് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്, നിന്റെ വലിയമ്മ ലോവീസിലും നിന്റെ അമ്മ യുനീക്കിയിലും ആ വിശ്വാസം ഉണ്ടായിരുന്നു, ആ വിശ്വാസം നിന്നിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പ്രത്യേകമായിട്ട് തിമോത്തിയോസിനോട് ഓർപ്പിക്കുന്നുണ്ട്. ഒരാൾക്ക് ഒരു വിശ്വാസ അതേ ആഴം ബലപ്പെടുന്നത് സ്വന്തമായിട്ടുള്ളതിനേക്കാൾ പാരമ്പര്യത്തിന് വലിയൊരു സ്വാധീനമുണ്ട് എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അമ്മയും വല്യമ്മയൊക്കെ നല്ലവരായിട്ട് ജീവിച്ചാൽ മക്കളും തീർച്ചയായിട്ടും പാഴായി പോകില്ല, ഇടറിപ്പോകുകയില്ല എന്ന് വേദപുസ്തകം നമ്മളെ സാക്ഷിക്കുന്നു. അതുകൊണ്ട് ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥന ഈ മക്കൾക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അവര് ഉന്നതാവസ്ഥയിൽ എത്തിച്ചേർന്നപ്പോൾ ഈ മാതാവിനെയും ആ ദേശത്തിന്റെ സൗഭാഗ്യവും സന്തോഷവും ഒക്കെ മനസ്സിലാക്കുവാനായിട്ട് മാതാവിനെയും പിതാവിനെയും രണ്ടുപേരെയും അവിടെ കൊണ്ടുപോവുകയും കുറച്ചു കാലം അവരോടൊപ്പം ഒക്കെ അവിടെ താമസിച്ച് സന്തോഷമൊക്കെ അനുഭവിക്കുവാനും അവരുടെ എല്ലാവിധമാകുന്ന പരിചരണവും ശുശ്രൂഷയൊക്കെ ഏറ്റുവാങ്ങുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഈ ഭവനത്തിൽ ആയിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. ചിലപ്പോഴൊക്കെ വന്ന് കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ എനിക്കിവിടെ ആയിട്ടുണ്ട്. എപ്പോഴും അതേ സ്നേഹത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ വാത്സല്യത്തോടുകൂടെ കരുതുന്ന ഒരു അമ്മയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. വേദവതായ പരിചരണങ്ങളും സഹായങ്ങളും ഒക്കെ തിരിച്ചു കൊടുക്കുവാനായിട്ട് മറ്റൊന്നുമില്ല. മാതാപിതാക്കൾ ചെയ്യുന്ന നന്മകൾക്ക് ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധ്യത്തോടും കൂടെ അവരെല്ലാവരും സഹകരിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് നേരിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രിയ ദാസി ഞങ്ങളുടെ കുടുംബാംഗമാണ്. വേമനാട്ടഴികത്ത് കുടുംബത്തിൻ്റെതായ എല്ലാവിധമായ ആദരാഞ്ജലികളും പ്രത്യേകമായി അവസരത്തിൽ അറിയിക്കുന്നു. ബിംബങ്ങളുടെ പർദീസായിൽ പിതാക്കന്മാരുടെ ഇരിപ്പിടത്തിന് അവകാശിയായി തീരുവാൻ തക്കവണ്ണം ദൈവം സംഗതിയാക്കട്ടെ. ഈ ദിവസം വായിക്കുന്ന കാലത്തിന്റെ സമ്പൂർണതയിൽ പ്രാണനെ വിട്ട് സ്വന്തം ജനത്തോട് ചേരുന്നു എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കാലത്തിന്റെ അവസാനത്തിൽ അതേ നല്ല പ്രായത്തിൽ തന്നെ പ്രാണനെ വിട്ട് ദൈവ ജനത്തോട് ചേരുവാൻ തക്കവണ്ണം ഈ മാതാവിന് സാധ്യമാകട്ടെ. ഉയരങ്ങളിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ള പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ നല്ലൊരു യാത്രയപ്പ് നൽകുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ കൃപയിട്ടെ. അമ്മ കൈമാറി തന്ന വിശ്വാസവും പ്രാർത്ഥനയും ആത്മീയതയും ദൈവത്തെയും മനുഷ്യരെയും ഏകോപിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ളതായ നന്മ നിറഞ്ഞ ജീവിതാനുഭവം നമുക്ക് പ്രേരക ശക്തിയാകട്ടെ, മാതൃകയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. അവസരം തന്ന പാസ്റ്ററോടുള്ളതായ നന്ദി അറിയിക്കുകയും ചെയ്യും. ബ്രദർ ചാക്കോ യോഹന്നാൻ എന്നിവർ മുൻപോട്ട് കടന്നു വന്ന് അനുസ്മരണ വാക്കുകൾ പ്രസ്താവിക്കും. ദൈവനാമത്തിൽ മുൻകൊണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ ഏതാണ്ട് 2006 മുതൽ അമ്മായി എന്നെ ഒരു കാര്യം പരമേൽപ്പിക്കാനിടയായി. ആ ബുധനാഴ്ച വരെ ആ കാര്യം വിശ്വസ്തയോടെ ചെയ്യുവാൻ എനിക്കിടയായി. ഞാനിവിടെ ജനിച്ചു വളർന്നതുകൊണ്ട് ചെറുപ്പം മുതലേ അമ്മായിയും അച്ഛനും എൻ്റെ ജീവിതത്തിൽ ഒരു പിതാവിനെ പോലെ ഒരു മാതാവിനെ പോലെ കാണുവാനും വേണ്ടി
ഞാൻ കീരൂരി സഭയുടെ ശുശ്രൂഷനായിരിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്നെ കാണും, എന്നെ വിളിക്കും. റാണിയാണ് അന്നിവിടെ നിൽക്കുന്നത്. അതിനുശേഷം ഞാൻ പന്തിവഴി ഏഴമ്പള്ളിക്ക് സഭയായപ്പോൾ അമ്മയ്ക്ക് വളരെ സന്തോഷമായി. അടുത്ത ആളുണ്ടല്ലോ, ത്തോളം ശുശ്രൂഷിപ്പാനൊക്കെ ദൈവം എനിക്കിടയാക്കി. എല്ലാ സമയങ്ങളിലും ആഴ്ചയിലൊരിക്കലും ചില ദിവസങ്ങളിലൊക്കെ അടുത്തടുത്ത് ഈ മരണത്തോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും വന്ന് കാണുവാനും ശുശ്രൂഷിപ്പാനും ഒക്കെ ദൈവം എനിക്ക് കൃപ തന്നു. ഒരു കാര്യം എനിക്ക് ഉറപ്പോടെ പറയാൻ കഴിയും, എന്നെ ഏൽപ്പിച്ച കാര്യം വിശ്വസ്തയോടെ ചെയ്യുവാൻ ഇടയാതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ ചെല്ലുമ്പോൾ ഒരുമിച്ച് കാണാം എന്നുള്ള പ്രാർത്ഥനയോടെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ വിശേഷാൽ ഞാൻ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന പല്ലുവിഴ IPC അവിടെയും എല്ലാം ദുഃഖം അറിയിച്ചുകൊണ്ട് വാക്കുകൾ വിളിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുവാണ്. ദൈവനാമത്തിന് സ്തോത്രം. അമ്മച്ചിയുടെ മരണം ശുശ്രൂഷയിൽ പങ്കെടുപ്പാൻ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾക്ക് മക്കൾക്ക് എല്ലാവർക്കും കടന്നു വരുവാനിടയായിരുന്ന ഈ ശുശ്രൂഷ പങ്കെടുക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ 3 കുടുംബവും ഒരു കുടുംബത്തെ പോലെ ഞങ്ങളിവിടെ ജീവിച്ച് ഇരിക്കുകയായിരുന്നു. പ്രിയ അമ്മച്ചി ഞങ്ങളുടെ മാതാവിനെ പോലെ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ഞങ്ങൾ അവധിക്കൊക്കെ വരുമ്പോൾ ഞങ്ങളെ കാണുവാൻ തിടുക്കം കാണുകയും ഞങ്ങളെയൊക്കെ വളരെ പരിചരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും തന്നുവിടുകയൊക്കെ ചെയ്യുന്ന ഒരു മാതാവായിരുന്നു. കിടക്കൽ കിടക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഞങ്ങൾ അമ്മച്ചിയെ കാണുവാൻ പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം ഞങ്ങളെ സഹായിക്കുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം നിത്യയിൽ ചേർക്കുവാനിടയായി തീർന്നു. വീണ്ടും ആ നിത്യയിൽ ഞങ്ങൾക്ക് കാണുവാനുള്ള പ്രത്യാശയോടെ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങൾ പിന്നെയും പ്രാർത്ഥനയിലായിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അനുശോചനവും സ്നേഹവും അറിയിച്ചു. സ്തോത്രം ചെയ്യുന്നു. ഈ മരിച്ചു കിടക്കുന്നത് എൻ്റെ അമ്മാവിയാണ്, എൻ്റെ അമ്മാച്ചൻ്റെ ഭാര്യയാണ്. എൻ്റെ വീടും ഇവിടെ അടുത്തായതുകൊണ്ട് വളരെ നാൾ കൊണ്ടുകൊണ്ട് എനിക്ക് ഓർമ്മയായ കാലം മുതലേ വീടുമായിട്ട് സഹകരിച്ച് അച്ഛനുമായിട്ടും അമ്മായിയുമായിട്ട് സഹകരിച്ച് പോകാനുള്ള അവസരമുണ്ടായി. ദൈവം മരണം നമ്മുടെ ജീവിതം എത്ര ക്ഷണികമാണ്, മരണം എത്ര പെട്ടെന്നാണ് നമ്മളെ കടന്നു പിടിക്കുന്നത് എന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. എത്ര ഹീറോ ആയാലും എത്ര വില്ലനായാലും ഒരു നാൾ മരണത്തിൽ കീഴ്പ്പെട്ടേ മതിയാകുകയുള്ളൂ. സകല മുട്ടും മടങ്ങുന്നതായ ഒരു ദിവസം വരുന്നുണ്ട്. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് ഇപ്പോൾ ചെയ്ത് നല്ലതാകിലും ചെയ്താകിലും പ്രായപ്പാൻ തക്കോണം ഒരു നാൾ അവരുടെ മുമ്പാകെ നമ്മളെല്ലാവരും നിന്നേ മതിയാകുകയുള്ളൂ. ആ ന്യായവിധിക്ക് നമ്മൾ കീഴ്പ്പെട്ടേ മതിയാകുകയുള്ളൂ. എത്ര